ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഉപ്പുമാവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടാണ് ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോകൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ ഉപ്പുമാവിന് വേണ്ട സവോള, പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എന്നിവ നന്നാക്കി അരിഞ്ഞെടുത്ത് മാറ്റി റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് റവ ഇട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്ന് വറുത്തെടുക്കാം. റവ ഒന്ന് ചൂടായി വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ സെയിം പാത്രത്തിൽ തന്നെ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു ഹെൽത്തിയും ടേസ്റ്റിയും ബ്യൂട്ടിഫുള്ളും ഒക്കെ ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണെന്ന്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഗ്രീൻ പീസിനെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീൻ പീസ് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതിനെ മൂടി വെച്ച് വേവിക്കാം. ഈ നേരം കൊണ്ട് ഇതിനെ കുറച്ചുകൂടി കളർഫുള്ളും ടേസ്റ്റിയും ഹെൽത്തിയും ഒക്കെ ആക്കാനായിട്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റായ ക്യാരറ്റ് നമുക്ക് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രീൻ പീസിനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വെന്ത് വരുമ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ആഡ് ചെയ്യാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ വേകും. ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഒരു കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരം കൂടി ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം നന്നായി ഇളക്കിയെടുത്താൽ ഇതുപോലെയുള്ള വളരെ ടേസ്റ്റിയും ഹെൽത്തിയും കളർഫുള്ളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ്. നമ്മളെല്ലാവരും മിക്ക ദിവസം തന്നെ കഴിക്കുന്നതാണ് ഈ ഉപ്പുമാവ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ടേസ്റ്റി ആക്കാനും അതിലുപരിയായിട്ട് ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇനി ഇതിലാക്കി നിങ്ങൾക്ക് വേറെ വല്ല പച്ചക്കറികൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് കറിയൊന്നും തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.